ഏത് ത്വരീഖത്തും ഏത് ആത്മീയ വീതിയും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ അത് കബൂലാണ്. ഖുർആനും ഹദീസിന്റെ അടിസ്ഥാനമല്ലാത്ത ഏത് ത്വരീഖത്തും ഏത് ഹഖീഖത്തും ഏത് മഅരിഫത്തും ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അത് എത്ര അത്ഭുതങ്ങൾ അവരുടെ ഗുരുനാഥന്മാരിൽ നിന്നും ആത്മീയാചാര്യന്മാരുണ്ടായാലും, പ്രകൃതിക്ക് അപ്പുറമുള്ള അത്ഭുതങ്ങൾ ഉണ്ടായാലും, മഹാന്മാരായ മുൻഗാമികളായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു പോലെയുള്ള, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാരായ ഔലിയാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ തള്ളപ്പെടേണ്ടതാണ്. അതൊന്നും ഇസ്ലാമിൽ ആ ഒരു അത്ഭുതങ്ങൾക്ക്, മുത്തുനബിയുടെ ചര്യയെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള അത്ഭുതങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. രോഗശമനത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. അതൊന്നും ആത്മീയ വഴിയിലേക്കുള്ള ഒരു കാരണമായിട്ട് വെച്ചുകൂടാ. നിങ്ങൾക്ക് രോഗം വേണമെങ്കിൽ മാറ്റിക്കോളി, പക്ഷേ ആത്മീയ വഴിയിലേക്ക് അതൊന്നും ഒരു കാരണമായി വെച്ചുകൂടാ. അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷക്കുള്ള കാരണമായി ആ അത്ഭുതങ്ങൾ വെച്ചുകൂടാ.